ഹായ്! എല്ലാവർക്കും അപ്പം ഞങ്ങളുടെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ട്രെയിനിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ കൊല്ലത്തോട്ട്. കൊല്ലം കാണാൻ വേണ്ടി ഇന്ന് പോവുകയാണ്. അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്നപ്പം പുള്ളൂരിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. ആദ്യം ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് അത്രയും ആളും പേരും ഒന്നുമില്ലായിരുന്നു. അവണീശ്വരം വഴി അവണീശ്വരം എത്തി. അവണീശ്വരത്തു നിന്നും അങ്ങനെ അത്ര വലിയ ആളും പേരൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഹോളിഡേയ്സ് അല്ലേ, അപ്പോൾ സ്കൂൾ അടവൊക്കെ ആയിരിക്കുമല്ലോ കുറേ ആൾക്കാർക്ക്. അപ്പം ജോലിക്ക് പോകുന്നവർ മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ മാഷിന് കോള് വന്ന്, അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് കോള് വന്ന് ആളൊന്നും ഓഫാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പം അവർക്കൊരു ആളിൻ്റെ മാനേജർക്കൊരു മൂഷട്ട പോലെ. അപ്പോൾ ആൾ പറഞ്ഞു സമയത്താണ് നിങ്ങൾ അറിയിക്കുന്നത്, അതിന് മുമ്പാന്ന് പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ കുറേ സംസാരമായിരുന്നു. അപ്പോൾ നമ്മൾ കൊട്ടാരക്കരയൊക്കെ എത്തിയ ശേഷമാണ് ആളും പേരൊക്കെ വന്നു തുടങ്ങി. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് എന്തോ ഒരു ഉറക്കം പോലെ വന്ന് കണ്ണൊക്കെ ഇങ്ങനെ മയങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ആവശ്യം വന്നാൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഓരോരോ ആവശ്യങ്ങളല്ലേ. അങ്ങനെ പോയി നമ്മുടെ പുനലൂരല്ലല്ലോ, കൊല്ലമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി. നല്ല യാത്രയാണ്, പക്ഷേ ചൂടും ഉണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അധികം ചൂടും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. രാവിലെ നമ്മൾക്ക് ഇവിടുന്ന് 8:15 ട്രെയിൻ. നമ്മുടെ കൊട്ടാരക്കരയിലായപ്പോഴാണ് ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. അപ്പോഴത്തേനും പഠിക്കുന്ന പിള്ളേർ അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ വിട്ട് സ്പീഡായി. എനിക്ക് ആ സമയത്ത് ഉറക്കം വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനങ്ങനെ പൊട്ടേ വെച്ചിരുന്ന് കണ്ട ഇതിനകത്തിരുന്ന് ഞാനിങ്ങനെ വേണമെങ്കിൽ ഉറങ്ങുവാണെങ്കിൽ വേണമെങ്കിൽ പറയാം, ഇങ്ങനെ തൂങ്ങുന്നുണ്ടായിരുന്നു. അവന് പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ആസ്വദിച്ചിരുന്ന് അവൻ ഇരുന്നോളും. അവന് പിന്നെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അവൻ ആരെ ശല്യം ചെയ്യത്തില്ല. പിന്നെ വെള്ളം വേണോ, വിശക്കുന്നു, അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ല, ടോയ്ലറ്റിൽ പോകണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ. പക്ഷേ വാവയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടാണെങ്കിൽ കുറേ മുഷിവ് വന്നിട്ട് വാവ പിന്നെ കിടന്ന് കരയൊക്കെ ചെയ്ത്. അപ്പം ചിച്ചാച്ചൻ എടുത്തുകൊണ്ട് നടന്ന് കുറച്ച് സമയം എടുത്തുകൊണ്ടൊക്കെ നടന്ന് കാണിച്ച് സമാധാനിപ്പിച്ച് പിന്നെയും കൊണ്ടുവന്ന് ഇരുത്തി. ഇവർ രാവിലെ ഇങ്ങനെ നമ്മൾ വരുമ്പോഴത്തേനും ഇവർ ഫുഡൊന്നും കഴിക്കത്തില്ല പിള്ളേർ. അപ്പോൾ രാവിലെ സാധാരണ നമ്മളാരും അങ്ങനെ തന്നെ ഇല്ലേ, ഫുഡൊന്നും കഴിക്കത്തില്ല. അതുപോലെ തന്നെ ഇവർ ഫുഡ് കഴിക്കത്തില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ഇവർ ഫുഡൊന്നും കഴിക്കത്തില്ല. പിന്നെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിള്ളേർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരിടത്ത് വന്നപ്പം കുറച്ച് നേരം ട്രെയിനൊന്ന് പിടിച്ചിട്ടിരുന്നു. അത് നമ്മുടെ എഴുകോണാണോ എന്തോ. അപ്പോഴത്തേക്കും നമ്മുടെ പുള്ളൂരിലോട്ട് ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ട്രെയിൻ നേരെ അങ്ങ് പോയി. പക്ഷേ കൊല്ലത്തെത്തിയപ്പോൾ വീണ്ടും ഒന്ന് പിടിച്ചിട്ടിട്ടുണ്ട്. അതിന് കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഒന്ന് പിടിച്ചിടും. അതിനുശേഷമാണ് പോകുന്നത്. അപ്പം ഓപ്പോസിറ്റ് വേറെ ട്രെയിൻ പാസ് ചെയ്ത് പോയ ശേഷമാണ് ഇവർ എഴുതുന്നത്. അപ്പം എന്താണ്ട് ഇങ്ങനെ സ്ലോ മോഷന് നമ്മുടെ കൊല്ലത്തോട്ട് വരികയായി. വേറെ ആരെയല്ല, ഞങ്ങളുടെ ആൻറ്റിയെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പം ഞങ്ങളുടെ അമ്മ ഈസ്റ്റർ കഴിഞ്ഞപ്പം ആൻറ്റിയുടെ അടുത്തോട്ട് പോയതാണ്. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ കയറി. പിന്നെ ചായ കുടിക്കാൻ നിന്നില്ല, നേരെ ഓട്ടോ കിട്ടി നേരെ ഞങ്ങളങ്ങോട്ട് പോവാണോ. കയറി ഇരുന്നപ്പോഴത്തേനും രണ്ടുപേരും ആസ്വദിച്ചെല്ലാം കാണുവാണ്. പാർക്കിംഗ് അല്ലല്ലോ, നമ്മുടെ ട്രാഫിക്കും കാര്യങ്ങളെല്ലാം കാണുന്നത്. അപ്പം ഓട്ടോക്കാരൻ അതിനകത്ത് ഇരുന്നിട്ട് ഈ ഹെൽമെറ്റ് വെക്കാത്ത കുട്ടികളെ കഥകളൊക്കെ പറയുമായിരുന്നു. ഹെൽമെറ്റ് വെക്കാതെ ഒരുപാട് ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, കാര്യങ്ങളുണ്ടാകുന്നു, നമ്മളെവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചവർ. ഞങ്ങൾ ഓരോന്ന് മറുപടിയൊക്കെ പറഞ്ഞിരുന്ന് ആളിൻ്റെ നോട്ടം കണ്ടില്ലേ, തെക്കോട്ടാണ് നോട്ടം. കൂടെ ഇരുന്നാലും കൂടെയുള്ളവരെ ശ്രദ്ധിക്കത്തുമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ വണ്ടി ഇറങ്ങി വന്നിട്ട് റെയിൽ പാളത്തിലൂടെ നടന്ന് ഞങ്ങളിങ്ങനെ വരണം. ആ നടന്ന് വരുന്ന കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ആൻറ്റിയുടെ വീട് കാണാം. പക്ഷേ നമുക്ക് ട്രെയിനിലൂടെ പോകുമ്പോൾ കാണാനൊക്കെ പറ്റും. എന്നാലും അതുവഴി ട്രെയിൻ സ്റ്റേഷനിലൂടെ നമുക്ക് വരാൻ പറ്റത്തില്ല, കാരണം എപ്പോഴും ട്രെയിൻ പോകുന്നതല്ലേ. അതുകൊണ്ട് അതുവഴി വരാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ചേട്ടൻ്റെ ഇതാണ് അവിടുത്തെ പപ്പ, അവിടുത്തെ ആൻറ്റി അങ്കിള്. അപ്പം അവിടുത്തെ അങ്കിളിൻ്റെ മോൻ്റെ മോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ചെന്നപ്പോഴത്തേക്കും രണ്ടുപേരും കണ്ടപ്പോഴത്തേനും ജോനയും എൽസയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലും ഭയങ്കര സന്തോഷമായിരുന്നു. അവർ രണ്ടുപേരും ഒരേ പ്രായമാണ്. അവിടെ നിൽക്കുന്നതാണ് എൽസക്കുട്ടിയുടെ മമ്മി. അപ്പോൾ മമ്മിയെ കണ്ടപ്പോൾ ഓടിപ്പോയതാണ് മോള്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി സിസ്റ്ററാണ്. അപ്പം ചേച്ചി ജോലിക്ക് പോയി. അപ്പോൾ അവർ തമ്മിൽ പേര് പറയുവാണ്. പരസ്പരം പേര് പറയാൻ പറഞ്ഞപ്പോഴത്തേനും എൽസക്കുട്ടിക്ക് ഭയങ്കര നാണം. പക്ഷേ ജോനോട് ചോദിച്ചപ്പോൾ ജോന പറഞ്ഞു പേരൊക്കെ. എന്നിട്ട് ജോന ഇങ്ങനെ നാണിച്ച് പോയപ്പോഴത്തേനും അവൾ അടുത്തോട്ട് ഓടി. എന്നിട്ടാണ് രണ്ടുപേരും ഭയങ്കര ഓട്ടം. അതിനിടയിൽ അവനവിടെ ഇരിപ്പുണ്ട്. ഇവരെ ഇത് കാണുമ്പോഴത്തേനും വീണ്ടും കൂട്ടും. പക്ഷേ അതുവഴി ട്രെയിൻ പോകുമ്പോഴത്തേനും നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ട്രെയിൻ പോകുന്നതോടൊപ്പം ഇവൻ ഓടി ചെന്നിരുന്ന ട്രെയിനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നോക്കുവാണ്. പിന്നെ വന്നിരുന്നുണ്ട് അവിടെ കൊച്ചു ടി വി എന്തോ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ മൂന്നുപേരും കൂടെ വെളിയിരുന്ന് കളിയും ചിരിയും. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി ഗൈസ്. പട്ടി വന്നിട്ട് ജോനെ വന്നൊന്ന് പേടിപ്പിച്ച്. ജോന പേടിച്ചോടിയതാ. ജോന മറിഞ്ഞ് വീണ്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവളൊന്ന് പേടിച്ച് കരഞ്ഞവള്. അവിടെ ഒരു ബ്ലാക്ക് കളർ പട്ടി ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് പേടിപ്പിച്ച്. അവൾ ഓടിപ്പോയി മറിഞ്ഞ് വീണ് കരഞ്ഞു. അതിനുശേഷം നമ്മുടെ അവിടുത്തെ പപ്പാടെ അനിയൻ മൂന്നാമത്തെ മോനും മോൻ്റെ ഭാര്യയും 2 പിള്ളേരും കൂടെ വന്ന് അതാ നിൽക്കുന്ന പേര് ഞാൻ മറന്നുപോയി. അവനും പേര് പറഞ്ഞായിരുന്നു.
അവനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ജോയലിന് പിന്നെ വിടാനും പറ്റത്തില്ല, ഒന്നിനും പറ്റില്ല. പിന്നെ അവനെ ഒട്ടിപ്പിടിച്ച് അവനോട് സ്നേഹം കാണിച്ച്, എന്തോ സ്നേഹം, ഭയങ്കര സ്നേഹമാണ് രണ്ടാളും കൂടെ. അവൻ ജോനെ എടുത്തോണ്ട് പോയപ്പോഴത്തേനും ജോന കരഞ്ഞു. പിന്നെ അങ്ങ് മാറി നിന്നണ്ട അവൻ്റെ മേലൊക്കെ കയറിയിരുന്ന് ഇവൻ എന്ത് പണിയാണോ കാണിച്ചത്. ഞങ്ങൾക്ക് ചിരി വരുമായിരുന്നു. പറ്റവനാണെങ്കിൽ ചിരിച്ചവൻ മണ്ണ് തപ്പുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവരെല്ലാവരും വന്നിരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ സമയം വൈകിട്ട് 4 മണിയാണ്. ഞങ്ങൾ അപ്പോഴത്തേനും ഇറങ്ങി. അപ്പോഴത്തേക്കും ജോനയൊക്കെ ഇങ്ങനെ ഉറങ്ങി ഒരു പരിപാടി ഇരിക്കുമായിരുന്നു. ജോന ഉറങ്ങിയായിരുന്നു, അതിൻ്റെ ഇടയിൽ വെച്ച് കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു. കൊച്ചു പിള്ളേർ രണ്ടുപേരും കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പം ഞാൻ താണ്ട വന്നിരുന്ന്. ഞങ്ങൾ 4 മണിക്കാണ് ട്രെയിനെങ്കിൽ 3:55 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നെ ഓൺലൈനിൽ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ ഉപകാരമായിരുന്നു ഞാനിപ്പോൾ കരുതിയില്ലെങ്കിൽ. ടിക്കറ്റ് എടുക്കാൻ നിന്നെങ്കിൽ ട്രെയിനൊക്കെ എൻ്റെ വഴിക്കേ പോയേനെ. അപ്പോഴത്തേക്കും മോൻ ചെന്നപ്പോഴത്തേനും അവന് സൈഡ് സീറ്റ് കിട്ടി. സന്തോഷമായിട്ട് അവൻ സൈഡ് സീറ്റ് ഇരുന്ന് മര്യാദയായിട്ട് വന്നു. പക്ഷെ വെള്ളമില്ലായിരുന്നു. അവസാനം നമ്മൾ പുനലൂർ വന്നിട്ടാണ് വെള്ളം കുടിച്ചത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. അത്രയ്ക്കുള്ള വീഡിയോ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അങ്ങനെ നമ്മളൊരു 5 മണി കറക്റ്റ് 4 മണിക്ക് അവിടുന്ന് വണ്ടി എടുത്ത് 5 മണിയല്ല 5 മണിക്ക് മുമ്പ് തന്നെ എത്തി. ഒരു 4:50 ആയപ്പോൾ തന്നെ നമ്മൾ പുനലൂരെത്തി. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കില്ലേ? ചൂടല്ലേ? ഞങ്ങളിവിടെയും ചൂടൊക്കെ തന്നെയാണ്, സഹിക്കാൻ വയ്യ, എന്താ ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റ ബൈ ബൈ.